latest news, subscribe our channel and press the bell icon to never miss any news. നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. വെള്ളം കുടിക്കുന്നത് ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന കാര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ദാഹം തോന്നുമ്പോൾ മാത്രം വെള്ളം കുടിച്ചാൽ മതി എന്നാണ് പലരുടെയും ധാരണ. എന്നാൽ അത് ശരിയല്ല. വെള്ളം കുടിക്കുന്നത് കൊണ്ടുള്ള ഗുണവും ദോഷവും അത് കുടിക്കുന്ന രീതിയെ കൂടി അടിസ്ഥാനമാക്കിയുള്ളതാണ്. എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒറ്റയടിക്ക് കുറെ വെള്ളം കുടിക്കുന്നത് നല്ലതല്ല എന്ന് മുതിർന്നവർ പറയാറുണ്ട്. അതിനു പിന്നിൽ ചില കാരണങ്ങളുമുണ്ട് കേട്ടോ. നിന്നുകൊണ്ട് വെള്ളം കുടിക്കുമ്പോൾ വെള്ളം എളുപ്പത്തിൽ ഫുഡ് കനാലിൽ എത്തുകയും അത് അടിവയറ്റിലേക്ക് വീണ ആമാശയത്തെയും ചുറ്റുമുള്ള അവയവങ്ങളെയും ബാധിക്കുന്നു. കാലക്രമേണ ദഹന പ്രക്രിയയെ തകരാറിലാക്കാൻ വരെ നിന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നതിലൂടെ കാരണമാകും. എഴുന്നേറ്റ് നിന്നുകൊണ്ട് വെള്ളം കുടിക്കുമ്പോൾ വൃക്കയിൽ ഫിൽട്രേഷൻ ഭംഗിയായി നടക്കാത്തതുകൊണ്ട് ഇത് വൃക്കയും ബാധിക്കും. മൂത്രസംബന്ധമായ രോഗങ്ങൾക്കും പിത്താശയവും വൃക്കയുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. നിന്നുകൊണ്ടുള്ള വെള്ളം കൂടി കാലക്രമേണ സന്ധിവാതത്തിനും ഇടയാക്കുമത്രേ. ശരീരഭാഗങ്ങളിൽ തുല്യമായി വെള്ളം എത്താത്തതുകൊണ്ടാണിത്. ഇത് ശരീരത്തിന്റെ ബാലൻസിങ്ങിനെയും സന്ധികളിൽ ദ്രവം അടിഞ്ഞുകൂടുന്നതിനും കാരണമാകും. എഴുന്നേറ്റ് നിന്ന് വെള്ളം കുടിച്ചാൽ ഇത് നാഡീ പിരിമുറുക്കത്തിനും കാരണമാകുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഇരുന്ന് റിലാക്സ് ചെയ്തതിനു ശേഷം വെള്ളം കുടിക്കുന്നതാണ് നല്ലത്. നെഞ്ചരിച്ചിൽ ഉണ്ടാകുമ്പോൾ ഇരുന്ന് വെള്ളം കുടിക്കുന്നത് രോഗശമനത്തിന് സഹായിക്കും. ഇരിക്കുമ്പോൾ നാഡീവ്യവസ്ഥയ്ക്കും ശരീരത്തിലെ പേശികൾക്കും വിശ്രമം ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞരമ്പുകൾക്കും ഇന്ദ്രിയങ്ങൾക്കും ഉന്മേഷം ലഭിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ആയുർവേദ പ്രകാരം ഇരുന്നുകൊണ്ട് പതുക്കെ വെള്ളം കുടിച്ചാൽ ശരീരത്തിലെ ആസിഡിറ്റിയുടെ അളവ് കുറയ്ക്കാൻ കഴിയും. വല്ലപ്പോഴും നിന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നത് കൊണ്ട് വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ല. എന്നാൽ ദിവസവും ഈ ശീലം തുടരുന്നതാണ് രോഗങ്ങൾക്ക് വഴിവെക്കുക. നിന്നുകൊണ്ടുള്ള വെള്ളം കൂടി ദാഹം ശമിപ്പിക്കില്ലെന്നും വിദഗ്ധർ പറയുന്നു. നമ്മളിൽ പലരും ഇക്കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാത്തവരാണെന്ന് എനിക്കറിയാം. ഇനിയെങ്കിലും ഇരുന്നുകൊണ്ട് വെള്ളം കുടിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ഈ റിപ്പോർട്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ്, ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.